ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നലെ ഇന്നും ഒക്കെ ഞാൻ നോക്കിയിട്ട് വലിയ കൂടുതൽ കണ്ടന്റ് എനിക്ക് ചെയ്യാവുന്ന കണ്ടന്റ് കാണും, എനിക്ക് ചെയ്യാവുന്ന പോലത്തെ ഒന്നും ഞാൻ നോക്കിയിട്ട് താല്പര്യത്തോടെ കണ്ടില്ല. അതുകൊണ്ട് ഇന്നലെ ഒന്നും വീഡിയോ ചെയ്തില്ല. അപ്പൊ ഇന്നും ഇങ്ങനെ ഇരുന്നപ്പോ ഇല്ല. പിന്നെ എപ്പോഴും കണ്ടന്റ് വരുന്ന ഒരാളുണ്ടെന്ന് നമുക്കറിയാമല്ലോ, രേണുസുധീർ ഇന്ന് ഇപ്പം ഇൻസ്റ്റയിൽ പേര് മാറ്റി രേഷ്മ പി തങ്കച്ചൻ, അങ്ങനത്തെ വേണേ കണ്ടന്റ് ഇഷ്ടംപോലെ ഉണ്ട് പുള്ളിക്കാരത്തി. പിന്നെ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ഉണ്ടായിരിക്കും. ഇന്നിപ്പോ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് വേഷമൊക്കെ ഇട്ടാ വന്നിരിക്കുന്നത്. അപ്പൊ അതൊക്കെ കണ്ടന്റ് ആണ്. പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോ അതല്ല, ഇങ്ങനെ ചുമ്മാ നോക്കിയപ്പം ഇന്ന് കണ്ടാണ് ഈ സബ്സ്ക്രിപ്ഷൻ ഒരിടത്തൊരു കമന്റ് ചെയ്യാൻ ഒരു ചാനലിൽ കണ്ട്, സബ്സ്ക്രിപ്ഷൻ എടുത്തു കളയാൻ വല്ല മാർഗവും ഉണ്ടോ എന്നൊരു ചോദ്യം ഞാൻ കണ്ടു. ജനത്തിന്റെ ഒരു ചോദ്യം കേട്ടോ, പ്രേക്ഷകരുടെ ഒരു ചോദ്യം. ഒരു സൈഡിൽ പ്രേക്ഷകർ ഇങ്ങനെ സബ്സ്ക്രിപ്ഷനെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ഒത്തിരി പേര്. കുറെ ആൾക്കാർ അതില് പൈസ അടച്ച് ഇന്ത്യയെ താമസിക്കുന്നവര് തന്നെ പൈസ അടച്ച് എടുക്കുന്നതുകൊണ്ടാണല്ലോ ആ വരുമാനം ഉണ്ടാകുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്ത പർപ്പിൾ ചേച്ചി എന്ന് പറയും, ചേച്ചി എന്ന് വിളിക്കാനൊരു പെൺകുട്ടിയാണ്. പർപ്പിൾ എന്ന് പറയും, അശ്വിനി എന്ന് പേര്. 47 ലക്ഷം രൂപ മാസം ഉണ്ടാക്കുന്നു പറഞ്ഞു അതിശയ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനം സബ്സ്ക്രിപ്ഷനിലൂടെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തായിരുന്നു. അത് ഇൻസ്റ്റാഗ്രാം പോലും സത്യത്തിൽ ഞെട്ടിയിരിക്കുകയായിരിക്കും. കാരണം അവരിത് തുടങ്ങുമ്പോൾ പോലും ഇതുപോലെ വരുമാനം ഉണ്ടാക്കുന്ന ഒരാൾ ഇതിന്റെ അകത്ത് വരുമെന്നോ, അല്ലെ സ്ത്രീകൾ ഇതിനെ ഇതുപോലെ യൂസ് ചെയ്ത് പണം ഉണ്ടാക്കുമെന്നോ ഒന്നും ഇൻസ്റ്റാഗ്രാം പോലും കരുതിയിട്ടില്ലെന്നാ തോന്നുന്നത്. ആ ലെവലിലേക്കാണ് മലയാളി പെൺകുട്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ പ്രസന്റ് അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ 1 കോടി രൂപയില് അശ്വിനി എത്തി. മാസം 1 കോടി രൂപ, 399 അങ്ങാണ്ടാണ് ഒരാൾക്കുള്ളത് എടുക്കേണ്ടത്. അത് ആ കുട്ടി 1 കോടി രൂപയിലെത്തി. ഇൻസ്റ്റാഗ്രാമിലൂടെ വരുമാനം നേടാൻ കഴിയുമോ? സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള അശ്വിനി എന്നുള്ള മലയാളി പെൺകുട്ടി ഒരു മാസം ഇൻസ്റ്റാഗ്രാമിലൂടെ ഉണ്ടാക്കുന്നത് എത്ര രൂപയാണെന്നറിയോ? ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം 92,82,000 രൂപയാണ് ഈ കുട്ടിയുടെ ഒരു മാസത്തെ വരുമാനം. പർപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ചുമ്മാ ഇങ്ങനെ ഒരു തരം ഈ സോഷ്യൽ മീഡിയയില് ഒരു തരം മാംസപിണ്ഡം പോലെ ഇരുന്ന് കുറെ മെമ്പർഷിപ്പ് ലൈവ് നടത്തുന്ന കുറെ ആന്റിമാരുണ്ട്. അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കുട്ടി അപാരമായ ഒരു ബോഡി ഷേപ്പ് ഒക്കെയാണ്. അപ്പൊ ഞരമ്പന്മാര് മാത്രമല്ല, കാണാൻ താല്പര്യമുള്ളവരും കൂടെ കയറുന്നുണ്ട്. സ്ത്രീകൾ കയറുന്നുണ്ടാവില്ല, ചിലപ്പോൾ സ്ത്രീകളും കയറുന്നുണ്ടാവാം, അറിയത്തില്ല. എന്താണെങ്കിലും ഇന്ത്യയിൽ ഇത്രയും വരുമാനം ഉണ്ടാക്കുന്ന ഒരാള് പോലും ഇല്ല എന്ന് പറയണം. മുഖഭംഗിയും ബോഡി ഷേപ്പും ഭംഗിയും ആകാരവടിവിനുള്ള ഒരു അംഗീകാരമായിട്ട് വേണമെങ്കിൽ കരുതാം. എന്താണേലും കാണിച്ചു കൊടുക്കുന്നതിനെ നമ്മൾ ഒരിക്കലും ന്യായീകരിച്ച് പെൺകുട്ടികൾ പുതിയതായിട്ട് ഇതിലേക്ക് കടന്നു വരാനോ അങ്ങനെയൊന്നും ഒരുങ്ങരുത്. കാരണം അതിനോട് എന്ത് പറഞ്ഞാലും നമ്മുടെ ആരും ഉപദേശിക്കേണ്ട കാര്യമില്ല. ആരും ആ ഒരുമാതിരിപ്പെട്ടവരൊന്നും ആ ഒരു ലെവലിലേക്ക് പോകില്ല. ഈ വിയർപ്പിന്റെ അസുഖമുള്ളവരാണ് ഈ ലെവലിലേക്ക് പോകുള്ളൂ. കാരണം ഇതിന്റെ പുറകില് ഈ പെൺകുട്ടികൾ ആരിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ഇത്രയും കാലം കൊണ്ട് വാച്ച് ചെയ്ത് മനസ്സിലാക്കിയ ഇതിന്റെ പുറകില് പണിയെടുക്കാൻ താല്പര്യമില്ലാത്ത ഒരു പുരുഷ കേസരി ഉണ്ടായിരിക്കും. അത് ഉറപ്പാണ്. വേർപ്പിന്റെ അസുഖമുള്ള ഈ അശ്വിനിയുടെ കാര്യം പറയുമ്പോഴും അശ്വിനി ഒന്നെങ്കിൽ വിവാഹിതയായിരിക്കും, വിവാഹിതയാണെങ്കിൽ ഹസ്ബൻഡ് ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ മനസ്സിരിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും സുന്ദരിയായ ഒരു ഭാര്യയുണ്ട്. ഈ ചിലർ പറയുന്ന ഒരു ഡയലോഗ് കേട്ടോ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടോണ്ടല്ലേ പോവുള്ളൂ, കൊണ്ടോണ്ട് പോവില്ലല്ലോ. മനസ്സിലായോ നിങ്ങളുടെ അർത്ഥം? എന്ത് കാണിച്ചാലും കാണുന്നല്ലേ ഉള്ളൂ, ആരും ശരീരത്ത് തൊടുന്നില്ലല്ലോ. അപ്പൊ എന്താണ് ആ ഡയലോഗ്? ഈ വസ്ത്രം മറച്ചു വെക്കേണ്ട സംഭവങ്ങളൊക്കെ പുറത്തിട്ട് നടക്കുന്ന പെൺകുട്ടികളുണ്ടല്ലോ, അവരുടെ ഒരു ഡയലോഗ് അത്. കണ്ടോണ്ടല്ലേ പോവുള്ളൂ, കൊണ്ടോണ്ട് പോവില്ലല്ലോ എന്ന്. അതായത് ആരും കയറി പിടിക്കുന്നൊന്നുമില്ല, കാഴ്ചയല്ലേ ഉള്ളൂ എന്ന്. അപ്പൊ അതിന് കുഴപ്പമില്ല എന്നൊരു തിയറി. ആ ഒരു തിയറി ആയിരിക്കാം ഇതുപോലുള്ള ആൾക്കാരുടെ പുറകിലിരിക്കുന്ന പുരുഷന്മാരുടെ ഒരു മനോവികാരം. അതായത് 1 കോടി രൂപയൊക്കെ ഒരു മാസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. വലിയ വലിയ ലക്ഷറി കാറുകളും ബംഗ്ലാവുകളും ഒക്കെ മേടിക്കാം. കോടികൾ ഒരു മാസം 1 കോടി വെച്ച് കിട്ടിക്കൊണ്ടിരുന്നത് എങ്ങനെയിരിക്കും? വലിയ ഫിലിം സ്റ്റാറിന് പോലും കിട്ടുക. അപ്പൊ ഇവർക്ക് എന്താ നഷ്ടം ഒരു സൈഡിൽ നോക്കിയാൽ? അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ മാനം വിറ്റും പണം ഉണ്ടാക്കിയ നാണക്കേടന മാനം വിറ്റും പണം ഉണ്ടാക്കിയ മാനക്കേട് ആ പണം മാറ്റും എന്നൊരു പഴഞ്ചൊല്ലും ഉണ്ട്. ഇതിനെയൊക്കെ സദൂകരിച്ചു പോകുന്ന ഒരു പഴഞ്ചൊല്ല്. എന്നാൽ അതൊന്നും അല്ലാത്തൊരു സംസ്കാരമാണ് നമുക്ക് ഉള്ളത്. നമുക്ക് കിടന്നാ ഉറക്കം വരണമെങ്കിലും ആ സംസ്കാരത്തെ കൂട്ടുപിടിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ എന്ത് നേടിയാലും നമുക്ക് കിടന്നാ ഉറക്കം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അറിയത്തില്ല ഇനി ഇവരുടെയൊക്കെ ചിന്താതെ. ഇനിയിപ്പൊ അത് പോട്ടെ, അങ്ങനെ അശ്വിനി ആ വഴിക്ക് പോട്ടെ. അത് കഴിഞ്ഞിപ്പോ നിമിഷ ബിജോ ബോട്ട് വാങ്ങിയതായിട്ട് പറയുന്നുണ്ട്. 47 ലക്ഷം രൂപയ്ക്ക് ബോട്ട് വാങ്ങി. നിമിഷ ബിജോയും സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്. ആർക്ക് വേണേലും കടന്നു വരാം, സബ്സ്ക്രിപ്ഷനിലേക്ക് കടന്നു വരൂ എന്നും പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ പുള്ളിക്കാരത്തി ഇപ്പൊ പുതിയ ബോട്ട് മേടിച്ച് ബോട്ടിലേക്ക് ആൾക്കാരെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഹലോ
ഗൈസ് ഞാനൊരു ബോട്ട് വാങ്ങി ഗൈസ്. ആ ബോട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ദേ നമ്മുടെ ആലപ്പുഴയിൽ ഇട്ടേക്കുക, പാർക്കിങ്ങിൽ ഇട്ടേക്കുക. ഞാനൊരു ബോട്ട് വാങ്ങിയായിരുന്നു. ആരെങ്കിലും വരുന്നുണ്ടോ ബോട്ടിങ്ങില്? ഏതായാലും മെമ്പർഷിപ്പ് ലൈവ് ഒക്കെ നടത്തി നിമിഷം പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത ബിസിനസ്സിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ബോട്ടൊക്കെ വാങ്ങി അതും അതിൽ നിന്ന് നല്ലൊരു വരുമാനമാണ്. ഇനി ഇത് ബോട്ടിൽ ബുക്ക് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. ബുക്ക് ചെയ്താൽ ഇനി ഇവരുടെയൊക്കെ ഡാൻസ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. ഒരു സൈഡിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. ഏതോ ഒരു സിനിമയിൽ നമിത പ്രമോദ് ബോട്ടിൽ ഡാൻസ് കളിക്കാൻ പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ, മറ്റേ കുഞ്ചാക്കോ ബോബനുമായിട്ടുള്ള. അതുപോലെ ഇവരുടെ ഡാൻസ് ഒക്കെ ആ ബോട്ടിൽ ഉണ്ടാവുമോ എന്നറിയത്തില്ല. അപ്പൊ അതും ഒരു വരുമാന മാർഗം ഉള്ളതാകുന്നു. അതങ്ങനെ. ഇതൊക്കെ നിങ്ങളോട് വിളമ്പുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ കേരളത്തിൽ വന്ന മാറ്റങ്ങൾ നിങ്ങൾ അറിയണ്ടേ. നമ്മൾ ചുമ്മാ ഇങ്ങനെ ജീവിച്ചു പോയാൽ പറ്റിയല്ലോ. മെയ് അനങ്ങാതെ അധ്വാനിക്കാതെ എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ള, അത് പൈസ ഉണ്ടാക്കലല്ല, ചുമ്മാ ഉണ്ടാക്കലല്ല, വളരെ കാര്യമായിട്ടുണ്ടാക്കുന്ന ഒരു മാറ്റം കേരളത്തിൽ വന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കിയ കുറച്ചൊക്കെ ആൾക്കാര് ഇതെങ്ങനെ നിർത്തലാക്കാൻ പറ്റുമോ, വല്ലതും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചിലരുടെ ചാനലിലെ താഴെ കണ്ട കമന്റാണ്. ഇതങ്ങോട്ട് സഹിക്കാഞ്ഞിട്ട്. ഇനി നമ്മുടെ രേണുസുതിക്കും സബ്സ്ക്രിപ്ഷൻ കിട്ടിയ പിന്നെ ഏതാണ്ട് 5 ലക്ഷം അങ്ങനെ എങ്ങനെയാണ്ട് ഒരു പോസ്റ്റ് ഞാൻ കണ്ടു കേട്ടോ. അതുണ്ട്. പിന്നെ രേണുസുതി പറയുന്നത് കേട്ടെ. ലക്ഷങ്ങളുണ്ടോന്ന് അറിയത്തില്ല, എന്നാലും നല്ല വിലയുണ്ട്. തീർച്ചയായിട്ടും സബ് തുടങ്ങിയ പിന്നെ ഞാൻ വളരെ എക്സ്പെൻസീവ്. കോസ്റ്റ്യൂമും എനിക്ക്. അപ്പൊ രേണുസുതിയോട് വളരെ കലിപ്പുള്ള കുറെ ജനങ്ങളുണ്ട്, കുറെ പേരെ അനുകൂലിക്കുന്നുണ്ട്. അപ്പൊ രേണുസുതിയുടെ കാര്യത്തിലാണ് സബ്സ്ക്രിപ്ഷൻ നിർത്താൻ മാർഗമുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പം എല്ലാവർക്കും ഈ പറയുന്ന പോലെ തന്നെ എന്തേലുമൊക്കെ അവിടെ എവിടെയൊക്കെ കാണിച്ചു കൊടുത്ത് നിൽക്കുന്നതിന് വേണ്ടി ലക്ഷങ്ങൾ കൈവരുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം തന്നെ ആകെ കൂടി ഞെട്ടി വിറച്ചിരിപ്പുണ്ടായിരിക്കുന്നത് എനിക്കിതെല്ലാം കണ്ടിട്ട് തോന്നി. മലയാളികൾ കൊള്ളാലോ, ഇതെന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള രീതിയിൽ ഇപ്പൊ എല്ലാവരും ഇതാണ്. കുറച്ചുപേര് യൂട്യൂബിൽ മെമ്പർഷിപ്പ് ലൈവ് എന്നുള്ളത്, അതിന്റെ ഒരു കൂടുതൽ ഡീറ്റെയിൽസ് എന്താ സംഭവം എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. അത് മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇവർ ഈ ലൈവിൽ വന്നിട്ട് മെമ്പർഷിപ്പ് എടുക്ക് രാത്രിയാകുമ്പോൾ വേറൊരു സ്ത്രീ ഉണ്ട് കേട്ടോ. മിക്കപ്പോഴും നമ്മൾ ഒരു ലൈവ് തൊട്ടാൽ മതി, താഴോട്ട് പിന്നെ ലൈവ് ഇങ്ങനെ വരും. അപ്പൊ അവരൊരു കറുത്ത ഒരു ഷിമ്മിയൊക്കെ ഇട്ടുകൊണ്ടിരുന്നിട്ട് വളരെ ഇറിറ്റേറ്റഡ് ആയിട്ട് ഒരു മെമ്പർഷിപ്പ് എടുക്ക് ഇങ്ങനെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേൾക്കാം. എന്തുവാണോ അതിന് അതടച്ചും ഈ പൈസ അടയ്ക്കുന്ന ആ പൈസ അവർക്കായിരിക്കും കിട്ടുന്നത്, എന്താണെന്നറിയില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഏതായാലും ആ പറയുന്ന അവരൊക്കെ ചുമ്മാ വളരെ ഒത്തിരി ഓവർ തടി ശരീരമായിട്ടിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കാം അവർക്കൊന്നും ഇത്രയും കിട്ടുന്നില്ല. പക്ഷെ അശ്വിനിക്ക് കോടികൾ കിട്ടുന്നതിന്റെ പിന്നിലത്തെ കാര്യം ഞാൻ ചിന്തിച്ച് മനസ്സിലാക്കിയത് നല്ല ഭംഗിയും ആകാരവടിവും എല്ലാം കൂടെ ഒത്തിണങ്ങിയ ഒരു പെങ്കൊച്ചായതുകൊണ്ടായിരിക്കാം അശ്വിനി ഇങ്ങനെ കോടികൾ ഉണ്ടാക്കുന്നത്. ഏതായാലും മലയാളികൾക്ക് ഏതോ മന്ത്രി പ്രസംഗിച്ച പോലെ പൈസ ഇല്ല എന്നൊക്കെ പറയുന്ന വെറുതെ കൈ നിറയെ പൈസയുണ്ട് എന്ന് പറയുന്നതും വളരെ ഇതാണ്. അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ഇവിടെ നിന്ന് തന്നെയാണ് കൂടുതലും പോകുന്നത്, അല്ല ലോകം മൊത്തമുള്ള ആൾക്കാരൊന്നും അല്ല അശ്വിനിയുടെ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നത്. ഇന്ത്യയിലുള്ളവർ കാണും, ഇന്ത്യ മൊത്തം എന്നാ പറയുക. എന്നാലും ഇത് മുഴുവൻ കയറി കാണുന്ന ആരാന്ന് ചോദിച്ചാൽ അധ്വാനിച്ച് വെയിലത്ത് നിന്നുമൊക്കെ പണിയെടുത്ത് ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ടേ കൂടെ. അവർ ആ കാശ് കൊണ്ടേ ഈ ഇതിനെ കൊണ്ടേ കാണിച്ചു. എന്റെ ആ പൊട്ടന്മാരാന്നൊരു മറു സൈഡ് ചിന്തിച്ചാൽ നോക്കുന്നത്. ഇവർ ഈ ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കുന്ന ഈ ഡാൻസ് അല്ല എന്തേലുമൊക്കെ ഉള്ളൂ. സിനിമാടികൾ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ട്, കയറി ചെല്ലുമ്പോൾ അവർ ഇൻസ്റ്റാ ഇട്ടിരിക്കുന്ന ഫോട്ടോ ഒക്കെ തന്നെ അവർ അതിൻ്റെ അത്ര അവർക്ക് അതേ പറ്റുള്ളൂ, അങ്ങനെ ഇട്ടിട്ടുള്ളൂ. ഇവരാണേലും ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ കാണാൻ വേണ്ടി വേർപ്പൊഴി പണിയെടുത്ത കാശ് കൊണ്ട് കൊടുക്കുന്ന കുറെ ഞരമ്പന്മാർ എന്നൊന്നും പറയാൻ പറ്റിയല്ല. ഞരമ്പന്മാർ ഇത്രയും പേരുണ്ടാവില്ലല്ലോ. ഞരമ്പന്മാരല്ലാത്തവരും കൊണ്ട് കൊടുത്ത് കളയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.